Most respected, our chief guest, Dr. Ayman Shahade, ആദരണീയനായ നമ്മുടെ ചെയർമാൻ CP അബ്ദുറഹ്മാൻ ഹാജി, യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് കലീമുദ്ദീൻ സാർ, സെൻറ്റ് ആൻഡ്രൂ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ അബ്ബാസ് പനക്കൽ, ഡോക്ടർ അശ്വൻ മിത്ര, ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന രക്ഷിത ആദരണീയൻ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ഇവിടെ എത്തിച്ചേർന്ന ഈ മനോഹര നിമിഷങ്ങളെ സുന്ദരമാക്കാൻ എത്തിച്ച രക്ഷിതാക്കൾ, ഇന്നത്തെ നക്ഷത്രങ്ങളായി മാറിയ ബിരുദം വാങ്ങുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, എല്ലാറ്റിനുമുപരി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ദിവസത്തിൽ, ഈ സായാഹ്നത്തിൽ ജീവിതത്തിൽ അനർജനീയമായ നിമിഷമാണ് നിങ്ങളുടെയൊക്കെ മുമ്പിലുള്ളത്. നമുക്കറിയാം, 3 വർഷക്കാലം ബിരുദ പഠനത്തിന് ശേഷം രക്ഷിതാക്കളോടൊപ്പം വന്ന് ഈ വേദിയിലിരുന്ന് അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് ഈ ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സാധിച്ചതിൽ നിങ്ങളൊക്കെ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തമായ രീതിയിൽ നടന്നു പോകുന്നൊരു ക്യാമ്പസ് കൂടിയാണിത്. ലാഭേച്ഛയില്ലാതെ ഈ വലിയൊരു സ്ഥാപനത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ബഹുമാന്യനായ ചെയർമാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ നിന്ന് നല്ല വിദ്യാർത്ഥികളുണ്ടായി. ഈ രാജ്യത്ത് ഒരുപാട് സംരംഭകരും നല്ല തൊഴിൽ ചെയ്യുന്ന, ജീവിതം കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്ന, സമൂഹത്തിനേറെ ഉപകാരപ്പെടുന്ന കുറേ ആളുകൾ സൃഷ്ടിക്കപ്പെടണമെന്നതാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ ബഹുമാന്യനായ ചെയർമാൻ ആഗ്രഹിച്ചത്. ആ ആഗ്രഹ സാഫല്യത്തിലേക്കുള്ള സ്റ്റെപ്പുകളോ കടപ്പടവുകളോ ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രയത്നവും പ്രാർത്ഥനയും ഉണ്ടാകണം. അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളും സംവിധാനങ്ങളും കൂടുതൽ സജീവമായി ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും നാടിൻ്റെ ഗുണകരമായ യത്നങ്ങളിൽ ഏറെ മുന്നോട്ട് നിൽക്കുന്ന ഓരോ സന്നിഗ്ധ ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ സഹായമായി എത്തിക്കാറുണ്ട്. നമുക്കറിയാം, പ്രളയ കാലഘട്ടങ്ങളിലും ഏറ്റവും അവസാനമായി ചൂരൽമലയിലെ ആ സന്നിഗ്ധ ഘട്ടത്തിലുമൊക്കെ ആശ്വാസവചനവുമായി പാവങ്ങളെ കൂടെ നിൽക്കുന്ന ആ മഹാമനീഷിയുടെ എല്ലാ നന്മകളും ഉണ്ടാകാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് വേണ്ടി ഏറെ അധ്വാനിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ അയ്മൻ ഷഹാദ്, അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനമാണെന്ന് നിങ്ങൾക്കറിഞ്ഞു. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നോട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അബ്ബാസ് പനക്കൽ സാർ, സ്ഥാപനത്തിൻ്റെ ഓരോ വിജയശില്പങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന അബ്ബാസ് സാറിന് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അർച്ചൻ മിത്ര, ഇന്നലത്തെ അന്താരാഷ്ട്ര സെമിനാറിലടക്കം ഞങ്ങളുടെ സംവിധാനങ്ങളോടൊക്കെ ഒപ്പം നിന്ന ഡോക്ടർ അർച്ചൻ മിത്ര, അതുപോലെ ഇവിടെ പ്രസംഗിച്ച ഡോക്ടർ അഡ്വക്കേറ്റ് കലീമുദ്ദീൻ സാർ, എല്ലാവർക്കും ഈ സ്ഥാപനത്തിന് വേണ്ടി നന്ദി അറിയിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ ഉണ്ടാകേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബിരുദ കാലഘട്ടം നിങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസം എന്നത് കേവലം അക്ഷരങ്ങളെ കൂട്ടി വായിക്കാനോ അല്ലെങ്കിൽ ഒരു തൊഴിൽ നേടാനോ മാത്രമല്ല, മനുഷ്യനായി തിരിച്ചറിയാനുള്ള, നമ്മുടെ നാടിൻ്റെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അന്വേഷിച്ച് കണ്ടെത്തിയ പരിഹാരങ്ങൾ തേടാനുള്ള ഒരു അറിവ് കൂടിയായിരിക്കണം. നമ്മുടെ നാടിന് ധാരാളം വിഭവങ്ങളും ശേഷിയുമുണ്ട്. അവയെ കണ്ടെത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. അവയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി നല്ല തൊഴിൽ സംരംഭങ്ങളിലൂടെ രാജ്യത്തിൻ്റെ പട്ടിണി മാറ്റാനുള്ള ശ്രമങ്ങളിൽ നിങ്ങളൊക്കെ കൂടെ നിൽക്കുകയും മനുഷ്യത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വേണം. ഈ സന്ദർഭത്തിൽ, ഈ സന്തോഷകരമായ നിമിഷം നമ്മൾ കൈവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം, പഹൽഗാമ കശ്മീരിലെ ആ സങ്കടഘട്ടത്തെ മറക്കാതിരിക്കാൻ കഴിയില്ല. പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം തേടി ജീവിതത്തിൻ്റെ സുന്ദര നിമിഷങ്ങളെ അനർഘളമാക്കാൻ വേണ്ടി ഇന്ത്യയുടെ സ്കോട്ട്ലൻഡ് എന്നും സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്ന കശ്മീരിലേക്ക് യാത്ര പോയ ആ മനുഷ്യരുടെ പോയിൻറ്റ് ബ്ലാങ്കിലിട്ട് ഷൂട്ട് ചെയ്ത ആ കിരാതരെ, മതം നോക്കിയല്ല, മനുഷ്യത്വമില്ലാത്തവരെ എന്ത് മതം, മനുഷ്യത്വമില്ലാത്ത ആ കിരാതരെ നമ്മളിവിടെ ഓർക്കേണ്ടത്. അത്തരം കിരാത പ്രവർത്തനങ്ങൾക്ക് ഒരു കാരണവശാലും നമ്മളുടെ ആരുടെയും ഒരിടത്തിലും പിന്തുണയുണ്ടാകരുത്. അവിടെ പിടഞ്ഞു വീഴ മുഴുവൻ മനുഷ്യരെയും ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. അവരുടെയൊക്കെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകണം. രാജ്യം എക്കാലത്തും സുരക്ഷിതമാകുന്നതിനും സമ്പന്നമാകുന്നതിനും സന്തോഷമാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കുകയും ഭീകരതയെയും അത്തരം സന്നിഗ്ധ ഘട്ടങ്ങളെയും തകർക്കാനുള്ള ശ്രമങ്ങളോടൊപ്പം നിന്ന് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നമ്മൾ കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.